ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2025 തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് പാർട്ട് 1 കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമ്മൾ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകൾ കൂടിയാണ് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ ഒറ്റ മാർക്ക് പോലും പോകത്തില്ല. ഉറപ്പായും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ 20ൽ 20 മാർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2025 ഏപ്രിൽ അന്തരിച്ച മുൻ ISRO ചെയർമാൻ ആരാണ്? നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ 2025 ഏപ്രിൽ അന്തരിച്ച മുൻ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ K കസ്തൂരിരംഗനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025 ഏപ്രിൽ അന്തരിച്ച മുൻ ISRO ചെയർമാന്റെ പേരാണ് ഡോക്ടർ K കസ്തൂരിരംഗൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മുഴുവൻ പേരാണ് എന്തെന്ന് പറയുന്നത് കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അപ്പോൾ K കസ്തൂരിരംഗൻ എന്നതിന്റെ മുഴുവൻ പേരാണ് കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടം, അതായത് ISRO ചെയർമാൻ ആയിരുന്ന കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1994 മുതൽ 2003 വരെയുള്ള കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ K കസ്തൂരിരംഗന്റെ കാലഘട്ടം, അദ്ദേഹം ISRO ചെയർമാൻ ആയിരുന്ന കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചാൽ 94 മുതൽ 2003 വരെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ 2 ഭൗമ നിരീക്ഷണ പരീക്ഷണ സാറ്റലൈറ്റുകളായിട്ടുള്ള ഭാസ്കര 1 ഭാസ്കര 2 എന്നീ ഉപഗ്രഹങ്ങളുടെ പ്രൊജക്ട് ഡയറക്ടർ ആരെന്ന് പറയുന്നത് ഡോക്ടർ K കസ്തൂരിരംഗൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ഒരു ചോദ്യമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ 2 ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റുകളായിട്ടുള്ള ഭാസ്കര 1 ഭാസ്കര 2 എന്നീ ഉപഗ്രഹങ്ങളുടെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ച മക്കളെ, ആരാണ്? നമ്മുടെ ഡോക്ടർ K കസ്തൂരിരംഗൻ അല്ലെങ്കിൽ കൃഷ്ണസ്വാമി കസ്തൂരിരംഗനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഗാഡ്ഗിൽ സമിതി മുന്നോട്ട് വച്ച ശുപാർശകൾ വിലയിരുത്തി പ്രത്യേകം റിപ്പോർട്ട് സമർപ്പിച്ചതും കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. 2003 2009 വരെ രാജ്യസഭ അംഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം രാജ്യസഭ അംഗമായിരുന്ന കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 2003 to 2009 ആണ്. ISRO ചെയർമാൻ ആയിരുന്ന കാലഘട്ടം ചോദിച്ചാൽ മറക്കരുത് 94 മുതൽ 2003 വരെയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2003 മുതൽ 2009 വരെ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചു. അപ്പോൾ 2020 ദേശീയ വിദ്യാഭ്യാസ രൂപീകരണത്തിന് മേൽനോട്ടം വഹിച്ചതും ആര് തന്നെയായിരുന്നു? ഡോക്ടർ K കസ്തൂരിരംഗൻ ആയിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകിയത് 1982 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകിയത്. 92 അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി. 2000 പത്മവിഭൂഷണം നൽകി. ഓക്കെ, അപ്പോൾ രാജ്യം അദ്ദേഹത്തിന് 3 പദവികൾ നൽകിയിരുന്നു. അതിൻ്റെ ഒന്നാമത്തെയാണ് പത്മശ്രീ 1982, 1992 പത്മഭൂഷൺ, 2000 പത്മവിഭൂഷണം നൽകി. അപ്പോൾ ഇത്രയും കാര്യമാണ് ഡോക്ടർ K കസ്തൂരിരംഗൻ അല്ലെങ്കിൽ കൃഷ്ണസ്വാമി കസ്തൂരിരംഗനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സുകൾ ഞാൻ ഓടിച്ചൊന്ന് പറയാം. 2025 ഏപ്രിൽ അന്തരിച്ച മുൻ ISRO ചെയർമാൻ ആരെന്ന് പറയുന്നത് ഡോക്ടർ K കസ്തൂരിരംഗൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? അതായത് കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ എന്ന് പറയുന്നത്. അദ്ദേഹം ISROയുടെ ചെയർമാൻ ആയിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 94 മുതൽ 2003 വരെയുള്ള കാലഘട്ടമാണ് ISROയുടെ ചെയർമാൻ ആയിരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്
ഭാസ്കര 1, ഭാസ്കര 2 ഉപഗ്രഹങ്ങളുടെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്തൂരി രംഗനാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ISROന്റെ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹം ഏതൊക്കെ നിലവിൽ പ്രോജക്റ്റുകൾക്കാണ് നിലവിൽ ഡയറക്ടർ ആയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാസ്കര 1, ഭാസ്കര 2 എന്നുള്ളത് ഉറപ്പായും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഗാഡ്ഗിൽ സമിതി മുന്നോട്ട് വച്ച ശുപാർശകൾ വിലയിരുത്തി പ്രത്യേകം റിപ്പോർട്ട് സമർപ്പിച്ചതും കസ്തൂരി രംഗൻ തന്നെയാണ്. അതേപോലെ തന്നെ രാജ്യസഭാ അംഗം 2003, 2009. അതേപോലെ തന്നെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചത് 2020-ലാണ്. അതേപോലെ 82-ൽ പത്മശ്രീയും 92-ൽ പത്മഭൂഷണും 2000-ൽ പത്മവിഭൂഷണം നൽകി അദ്ദേഹത്തെ എന്ത് ചെയ്തു, ആദരിച്ചു രാഷ്ട്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു നിലവിലത്തെ ചോദ്യത്തിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2025 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹനുമായിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഷാജി എൻ കരുണാണ്. ഓക്കെ, ഷാജി എൻ കരുണാണ് 2025 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹനുമായ വ്യക്തിയാണ് ഷാജി എൻ കരുൺ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഛായാഗ്രഹനായാണ് മലയാള സിനിമയിൽ അരങ്ങേറിയത്. 40ഓളം ചിത്രങ്ങളിൽ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. സംവിധായകൻ എന്ന നിലയിൽ പിറവി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം. അപ്പോ ഷാജി എൻ കരുണിന്റെ ആദ്യത്തെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? പിറവിയാണ്. അപ്പോൾ ആദ്യം എന്താണ്? പിറക്കുകയാണ് ഉണ്ടായത്. അപ്പൊ എന്താണ്? പിറവിയാണ് ഷാജി എൻ കരുണിന്റെ ആദ്യത്തെ ചിത്രം. ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പിറവിയാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പിറന്നു എന്ന് ചോദിച്ചാൽ മതി. ആദ്യമായിട്ട് നമ്മൾ പിറക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? പിറവി തന്നെയാണ് ഷാജി എൻ കരുണിന്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത്. സംവിധാനം ചെയ്ത മറ്റു ചിത്രങ്ങളാണ് പിറവി, സോപാനം, സ്വം, അതേപോലെ തന്നെ എന്താണ് വാനപ്രസ്ഥം, നിഷാദ്, ഓള്, കുട്ടിസ്രാങ്ക്. ഇതൊക്കെ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. 1998 രൂപം കൊണ്ട കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ഷാജി എൻ കരുൺ. അപ്പോൾ 1998 രൂപം കൊണ്ട കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആദ്യ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാജി എൻ കരുൺ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷാജി എൻ കരുൺ. അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2011-ലാണ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചത്. അപ്പോൾ 2011 പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഏകദേശം ഒരു 5-6 പോയിന്റ്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കാനുള്ളൂ. ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്താണോ PSCക്ക് വേണ്ടത് അത് മാത്രമാണ് അങ്ങോട്ട് തരുന്നുള്ളൂ. ഇതിൽ നിങ്ങൾ ആരും ഇനി സോർട്ട് ചെയ്യാനായിട്ട് പോകരുത്. മൊത്തം കാണാപ്പാടം 1, 2, 3 തവണ എന്ത് ചെയ്താൽ മതി, ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആയിക്കോളും മക്കളെ. ഓക്കെ, അപ്പോൾ ഛായാഗ്രഹനായി ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മലയാള സിനിമയിലേക്ക് വരുന്നത്. ഏപ്രിലാണ് അദ്ദേഹം അന്തരിച്ചത്. മലയാള ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹനുമായിരുന്ന വ്യക്തിയാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചിത്രം ഏതാന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിറവി, പിറവി, പിറവി. പിറവിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റു ചിത്രങ്ങളാണ് പിറവി, സോപാനം, വാനപ്രസ്ഥം, നിഷാദ്, ഓള്, കുട്ടിസ്രാങ്ക്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മറ്റു ചിത്രങ്ങളാണ്. അതേപോലെ തന്നെ എന്താണ് 98-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ 1998. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അധ്യക്ഷനായിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാനം വഹിച്ചിട്ടുണ്ട്. പത്മശ്രീ നൽകിയത് 2011-ലാണെന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. 2025 അന്തരിച്ച, അടുത്ത ചോദ്യമാണ്, 2025 ഏപ്രിൽ അന്തരിച്ച പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനുമായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് പ്രൊഫസർ MGS നാരായണനാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 2025 ഏപ്രിൽ അന്തരിച്ച പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനുമായ വ്യക്തി. PSCക്ക് മരിച്ചവര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് ചോദിക്കാം. അവരുടെ കൃതികളോ അല്ലെങ്കിൽ അവരുടെ ആത്മകഥകളോ അല്ലെങ്കിൽ അവരുടെ സിനിമകൾ ഉണ്ടെങ്കിൽ സിനിമകളോ അങ്ങനെ എല്ലാം എടുത്ത് ചോദിക്കാം ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ്? പ്രൊഫസർ MGS നാരായണനാണ് ഏപ്രിൽ അന്തരിച്ച പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനും. മുഴുവൻ പേരാണ് മുറ്റയിൽ ഗോവിന്ദൻ ശങ്കരൻ നാരായണൻ. വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. താഴെ പറയുന്നവയില് എന്താണ് പ്രൊഫസർ MGS നാരായണന്റെ മുഴുവൻ പേരെന്താന്ന് ചോദിച്ചാൽ എന്താണ്?
മുറ്റയിൽ ഗോവിന്ദമേനോൻ ശങ്കരൻ നാരായണൻ എന്നതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയർമാനായി 2001 മുതൽ 2003 വരെയും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. കാരണം ആത്മകഥ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2019 ഈ പറയുന്ന ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥ, അതായത് MGS നാരായണന്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ച മക്കളെ ഏതാണ്? അതായത് ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോ. ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. വഴികൾ കാഴ്ചകൾ. അതേപോലെ തന്നെ ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ആരുടെയാണ്? MGS നാരായണന്റെ ആത്മകഥയാണ് ഈ പറയുന്നത്. ഇതിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? 2019 ഇതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ 2019 എന്ത് കിട്ടിയിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ആർക്ക്? MGS നാരായണന്റെ ആത്മകഥയായിട്ടുള്ള ആത്മകഥ. നമ്മൾ പറഞ്ഞു എന്താണ്? പറ. ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ഓക്കെ, ഇനി പ്രധാന പുസ്തകങ്ങളാണ് ഇന്ത്യൻ ചരിത്ര പരിചയങ്ങൾ, അതേപോലെ തന്നെ എന്താണ് സാഹിത്യ അപരാധങ്ങൾ, കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത്, കോഴിക്കോടിന്റെ കഥ, സെക്കുലർ മതവും സെക്കുലർ ജാതിയും, ജനാധിപത്യവും കമ്മ്യൂണിസവും, പെരുമാൾസ് ഓഫ് കേരള. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? ഇന്ത്യൻ ചരിത്ര പരിചയം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ എന്താണ് സാഹിത്യ അപരാധങ്ങൾ, കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ, കോഴിക്കോടിന്റെ കഥ, സെക്കുലർ മതവും സെക്കുലർ ജാതിയും, ജനാധിപത്യവും കമ്മ്യൂണിസവും, പെരുമാൾസ് ഓഫ് കേരള. ഇത്രയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ MGS നാരായണന്റെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാനം രൂപപ്പെടുത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിച്ച കോൺക്ലേവിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ വൃത്തി 2025 എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം. മാലിന്യ മുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാനം രൂപപ്പെടുത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിച്ച കോൺക്ലേവാണ് വൃത്തി 2025. ഇതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ തിരുവനന്തപുരമാണുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ വൃത്തി 2025 കോൺക്ലേവിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, അടുത്തിടെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച സിംലിപാൽ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒഡീഷയാണുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ അടുത്തിടെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച സിംലിപാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യയിലെ 107ാമത്തെ ദേശീയോദ്യാനമാണ് സിംലിപാൽ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതേ ഇവിടെ പിടിച്ചോ, പോയിന്റ് ഇവിടെ കിടക്കണേ. ഇന്ത്യയിലെ 107ാമത്തെ ദേശീയോദ്യാനമാണ് സിംലിപാൽ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഒഡീഷയിലാണ്. രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സിംലിപാൽ എന്ന് പറയുന്നത് ഒഡീഷയിലെ. ആദ്യത്തെ ഏതാന്ന് ചോദിച്ചാൽ അത് ഫിത്താർകണികയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 107ാമത്തെ ദേശീയോദ്യാനം സിംലിപാലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. രണ്ടാമത്തെ ഒഡീഷയിലെ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിത്താർകണികയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കരൾ സംരക്ഷിക്കുന്നതിനായി ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം. ഇപ്പോൾ നമ്മൾ ആരൊക്കെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്പൊ തന്നെ എല്ലാവരുടെ അടുത്തും പറയും ഫാറ്റി ലിവർ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്തു വെച്ചോ, കരൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ചത്. അങ്ങനെ ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കരൾ രോഗങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ
അവബോധം സൃഷ്ടിക്കുക, ചികിത്സ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തുടനീളം ജില്ലാതല ആശുപത്രികളിൽ ആരോഗ്യ വകുപ്പ് ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ സജ്ജമാക്കിയത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ? ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യണം? അവർക്ക് അവബോധം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്ലിനിക്കുകൾ സ്ഥാപിച്ചത്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് നിപുൻ അഗർവാൾ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ നിപുൻ അഗർവാൾ ആണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ചെയർമാനാണ് നിപുൻ അഗർവാൾ. അടുത്ത ചോദ്യമാണ്, ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ 10G അതായത് 10 ജിഗാബൈറ്റ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ഏതാണെന്നുള്ളത്. അങ്ങനെ ഒരു രാജ്യത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ഉറപ്പായും ഏതായിരിക്കും? ചൈന തന്നെയായിരിക്കും. അപ്പോൾ സംശയം കൂടാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് അതായത് ടെക്നോളജി വൈസ് ഇങ്ങനെ എന്താ പറയാ പാറി പറന്നങ്ങ് പോവുകയാണ് ചൈന എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കൃത്രിമ സൂര്യനെ നിർമ്മിച്ച് ടെമ്പറേച്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തന്നു. ഒരു സൂര്യനിലുള്ള ടെമ്പറേച്ചറിന്റെ ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കി തന്ന രാജ്യം ചൈനയാണ്. അതേപോലെ തന്നെ എന്താണ് ഇപ്പോ 10G അതായത് 10 ജിഗാബൈറ്റ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിക്കുകയാണ്. നമുക്കിവിടെ 4G തന്നെ എന്താണ് കഷ്ടമാണ്. അതിനുശേഷം 5G ആയി, ഇപ്പോൾ 6G. അപ്പോൾ ഇവര് 10G ആണ്. ഓക്കെ, അപ്പോൾ 10G നെറ്റ്വർക്ക് ചൈനയിലാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ചൈനീസ് ടെലികോം കമ്പനി ആയിട്ടുള്ള ഹുവാവേയും അതേപോലെ തന്നെ ചൈനീസ് യൂണിഫോം ചേർന്ന് 5G PON സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പറയുന്ന 10G വികസിപ്പിച്ചിട്ടുള്ളതെന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. 10G എന്ന് പറയുന്ന ആർക്കാണ്? ചൈനയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 2025 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത കഥകളി മദ്ദള ആചാര്യനാണ് കലാമണ്ഡലം നാരായണൻ നായർ. അപ്പോൾ 2025 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യനാണ് കലാമണ്ഡലം നാരായണൻ നായർ. 2024-25 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളാണ് ലിവർപൂൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, സ്പോർട്സ് ആണ്. 2024-25 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളാണ് ലിവർപൂൾ. 2023-24 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളാണ് മാഞ്ചസ്റ്റർ സിറ്റി. ഓക്കെ, അപ്പോൾ 2023-24 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളാണ് മാഞ്ചസ്റ്റർ സിറ്റി. ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൽ നിന്ന് പിന്മാറിയ പാകിസ്ഥാൻ താരമാണ് അർഷാദ് നസീം. ഓക്കെ, അർഷാദ് നദീം ആണ് കേട്ടോ, അർഷാദ് നദീം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക്കൽ ജാവലിൻ ത്രോ മത്സരത്തിൽ നിന്ന് പിന്മാറിയ പാകിസ്ഥാൻ താരം ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് അർഷാദ് നദീം ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ സ്വർണ്ണ മെഡൽ ജേതാവാണ് അർഷാദ് നദീം. ലോക അത്ലറ്റിക് ഫെഡറേഷൻ സംഘടിപ്പിച്ച നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിന്റെ ആദ്യ പതിപ്പിന്റെ വേദിയായിരുന്നു ബാംഗ്ലൂർ, കർണാടക എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, യുനെസ്കോയുടെ പിന്തുണയുള്ള ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഫിലിം ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ആരാണ്? അപ്പോൾ യുനെസ്കോയുടെ പിന്തുണയുള്ള ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഫിലിം ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവാണ് ജിതേന്ദ്ര മിശ്ര. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയത് കില ആണ്. നമുക്കറിയാം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കില എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കിലയുടെ ആസ്ഥാനം അല്ലെങ്കിൽ കില സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണിത്. ഒത്തിരി തവണ PSC ചോദിക്കാറുണ്ട് ആസ്ഥാനങ്ങൾ. അപ്പോൾ കിലയുടെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയത് കിലയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ തവണയാണ് കില പുരസ്കാരം സ്വന്തമാക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താനും നടത്തിയ ഇടപെടലുകൾക്കാണ് കില പുരസ്കാരത്തിന് അർഹനായത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ കില എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ടാമത്തെ തവണയാണ് കില പുരസ്കാരം സ്വന്തമാക്കുന്നത്. അതായത് ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരമാണ്. ഇത് രണ്ടാമത്തെ തവണയും കിട്ടുന്നത് കിലയ്ക്ക് തന്നെയാണ്. അതായത് ഗ്രാമപഞ്ചായത്തുകളുടെ
കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താനും നടത്തിയ ഇടപെടലുകൾക്കാണ് കിലയ്ക്ക് പുരസ്കാരത്തിന് അർഹമായത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ റിവിഷൻ ചെയ്യുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റും. ദൈവം നിങ്ങളെ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.